ഇന്ത്യൻ സിനിമയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ നടന്മാരിൽ ഇപ്പോൾ പ്രഭാസിനും വലിയൊരു പങ്കുണ്ട്. ബാഹുബലി 2-ന് ഇന്ത്യക്ക് പുറത്ത് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ് ഇതിന് തെളിവ്. ബാഹുബലിക്ക് മുമ്പ് പ്രഭാസ് എന്ന നടനെ പലർക്കും അറിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ ആ കഥകളെല്ലാം പാടെ മാറി. എന്നാൽ ഇപ്പോഴും പ്രഭാസിന് പഴയ അവസ്ഥ തന്നെയാണ്. ബാഹുബലിക്ക് മുമ്പ് പ്രഭാസിനൊപ്പം അഭിനയിക്കാൻ മുൻനിര നായികമാർ തയ്യാറായിരുന്നില്ല. പ്രഭാസിന് നീളക്കൂടുതലാണെന്ന് പറഞ്ഞാണ് നായികമാർ പ്രഭാസിനെ മാറ്റി നിർത്തിയത്. ഇപ്പോഴും അതേ ഗതിയാണ് പ്രഭാസിന്. ബാഹുബലിയുടെ ഇടവേള കഴിഞ്ഞ് പ്രഭാസ് പുതിയ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സുജിത് സംവിധാനം ചെയ്യുന്ന സഹോ എന്ന ചിത്രത്തിലാണ് പ്രഭാസ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഈ പടത്തിനായി നായികമാർക്ക് വേണ്ടി ബോളിവുഡ് ചെന്ന് തിരക്കിയപ്പോൾ മുൻനിര നായികമാർ പ്രഭാസിനെ നിരസിച്ചത്രേ. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി ഒരുക്കുന്നത് കൊണ്ടാണ് ബോളിവുഡ് നടിമാരെ സമീപിച്ചത്. കത്രീന കൈഫ്, ശ്രദ്ധ കപൂർ, പരിണിതി ചോപ്ര എന്നിവരെ സഹോ എന്ന ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയാകാൻ വേണ്ടി ക്ഷണിച്ചു. എന്നാൽ സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മൂവരും പിന്മാറുകയായിരുന്നു അത്രേ. ബോളിവുഡ് നടിമാർക്ക് നീളമല്ല പ്രശ്നം, ഇമേജ് ആണ്. ബോളിവുഡ് നടിമാർ ഉപേക്ഷിച്ചതോടെ ഒരു പുതിയ നായികയെ പ്രഭാസിന്റെ നായികയായി കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സഹോ അണിയറ പ്രവർത്തകർ. നീളവും ഇമേജും പ്രശ്നമില്ലാത്ത ഒരു പുതുമുഖ നായികയെ കിട്ടും എന്നാണ് പ്രതീക്ഷ. അതേസമയം സിനിമയിൽ ജോഡിയെ കിട്ടാൻ മാത്രമേ പ്രഭാസിന് പ്രയാസമുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ നടന്നത് 6000-ലധികം വിവാഹാലോചനകൾ വന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്.